മോഹൻകുമാറിന്റെ അനാഥത്വത്തിൽ 3 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഭാര്യ അശ്വതി. പറവൂർ താലൂക്ക് ആശുപത്രിയിലെ തണൽ മരത്തിന്റെ കൊമ്പുകൾ മുറിക്കുന്നതിനിടെയാണ് കയർ മുറുകി 28 വയസ്സുകാരനായ മോഹൻകുമാർ മരണപ്പെട്ടത്. സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീട് പോലുമില്ലാതെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയുമായി ഇനി എന്തു ചെയ്യണമെന്ന ആകുലതയിലാണ് അശ്വതി. ഈ നിർധന കുടുംബത്തിന് ആശുപത്രി അധികൃതരും സർക്കാരും അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. ഓണക്കോടിയുമായി എത്തേണ്ടിയിരുന്ന അച്ഛന്റെ മൃതദേഹം വെള്ളപ്പൊതിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും പറക്കമുറ്റാത്ത 3 കുരുന്നുകൾ വീട്ടിൽ ഓടിക്കളിക്കുകയായിരുന്നു. മക്കൾക്ക് ആരുമില്ലെന്ന ആകുലതയിലാണ് പറവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടെ മരണമടഞ്ഞ മോഹൻകുമാറിന്റെ ഭാര്യ അശ്വതി. കയർ ശരീരത്തിൽ കുടുങ്ങി 45 അടി ഉയരത്തിൽ തൂങ്ങിക്കിടന്നായിരുന്നു മോഹൻകുമാർ മരണമടഞ്ഞത്. 1.5 മണിക്കൂറോളം ഫയർഫോഴ്സ് പണിവെട്ടാണ് താഴെ ഇറക്കിയത്. വയനാട് വൈത്തിരി സ്വദേശി മോഹൻകുമാറും നായരമ്പലം നെടുങ്ങാട് സ്വദേശി അശ്വതിയും 6 വർഷം മുമ്പാണ് പ്രണയിച്ച് വിവാഹിതരായത്. 4 വയസ്സുള്ള ഋതിക, 2 വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ ഋഷ്വി, ഋഷിക എന്നിവരാണ് മക്കൾ. ITI ഫിറ്റർ പാസ്സായ മോഹൻകുമാർ പഠിച്ച തൊഴിൽ കിട്ടാതായതോടെയാണ് 3 വർഷം മുമ്പ് ദിവസേനയുള്ള ചിലവിനായി മരം വെട്ട് തൊഴിലാക്കിയത്. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സഫലീകരിക്കാനാണ് അപകടം നിറഞ്ഞ മരം വെട്ടിന് മോഹൻകുമാർ നിർബന്ധിതമായത്. അശ്വതി +2 ശേഷം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിന് ചേർന്നെങ്കിലും പൂർത്തിയാക്കാനായില്ല. എനിക്കിപ്പോ എന്റെ പിള്ളേര് നോക്കണം, അതിനായിട്ട് എനിക്ക് എന്തൊരു ജോലിയായാലും എനിക്ക് കുഴപ്പമില്ല, കിട്ടിയാൽ മതി. പിന്നെ ചേട്ടനൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വേണമെന്നാണ്. വാടകയ്ക്ക് ആരും ഇറക്കി വിടാതെ കയറി കിടക്കാനായിട്ടൊരു വീട്, അത് ഞങ്ങൾക്ക് വേണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം. ഇല്ലാതായത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കൂടുതലും ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ലോങ് പോയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മരം മുറിക്കുന്നതിന് കുറഞ്ഞ കൊട്ടേഷൻ നൽകിയ മോഹൻകുമാറിന് 80,000 രൂപയ്ക്കാണ് ആശുപത്രി അധികൃതർ കരാർ ഉറപ്പിച്ചത്. അപകടാവസ്ഥയിലുള്ള 2 മാവും 1 പ്ലാവും മുറിച്ചു മാറ്റുകയും മറ്റു നിരവധി മരങ്ങളുടെ ശിഖരം മുറിച്ചു നീക്കുകയുമായിരുന്നു കരാർ. മാവും പ്ലാവും മുറിച്ച് മാറ്റിയ ശേഷം തണൽ മരത്തിന്റെ കൊമ്പുകൾ മുറിക്കുന്നതിനിടെയായിരുന്നു അപകടമറിഞ്ഞിട്ടും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും ആശുപത്രി അധികൃതർ എത്തിയില്ലെന്നും കുടുംബക്കാർ പറയുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ ഫയർഫോഴ്സ് എന്ന് പറയുന്നത് അവരെത്തിയില്ല. ജനങ്ങളെ കൊണ്ട് പറവൂർ ആസ്പത്രി നിറഞ്ഞിരിക്കുന്ന പറയണം. ഞങ്ങളുടെ മോനെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരാളെങ്കിലും കയറിയാ മരത്തിൽ കയറി ഞങ്ങളുടെ മോനെ ഒന്ന് രക്ഷിച്ചെങ്കിൽ അവര് ജീവൻ കിട്ടുമെന്ന് ഞങ്ങള് വിചാരിക്കുന്നത്. അത്തരം ജനങ്ങൾ കൂടിയിട്ട് പോലും ഒരാളും രക്ഷിക്കാനുള്ള ഒരു കാര്യം ചെയ്തില്ല എന്നാ പറയുന്നത്. എന്നാൽ ഈ ഫയർഫോഴ്സ് എത്തുമ്പോൾ ഒരുപാട് വൈകി. ഫയർഫോഴ്സ് എത്തുമ്പോൾ ഈ ഫയർഫോഴ്സ് വന്ന് എത്തിയിട്ട് അവർ ഒരുപാട് സമയം, എന്താ വെച്ചാൽ ഇവർക്ക് ആ കോണി വെച്ച് കയറിയെങ്കിൽ തന്നെ ഇവർ ഈ വലയുടെ ആവശ്യമൊന്നുമില്ല. അടിയിലൊരു വല പിടിച്ചിട്ടുണ്ട്. 10-40ഓളം പേരാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ ആ കയറ് ചുറ്റി ഇങ്ങനെ മുറിഞ്ഞല്ലേ, ആ കയറ് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇടണെങ്കിൽ ഇവൻ വലയിൽ വീഴും. മനസ്സിലായില്ല? അത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം ജീവൻ കിട്ടിയാനേ മതി ഈ വലയിൽ വീണാൽ. അത് കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞാണ് ആളെ പുറത്തിറക്കി. 3 മണിക്കൂറായെന്ന് പറയും ഡോക്ടർ പറഞ്ഞ് മരിച്ചിട്ട്. മോഹൻകുമാറിന്റെ കുടുംബത്തിന് അടിയന്തര സഹായം എത്തിക്കാൻ ആശുപത്രി അധികൃതരും സർക്കാരും തയ്യാറാകണമെന്നാണ് മുസ്ലിം ലീഗ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,